എല്ലാവർക്കും മാർസ് ആൻഡ് റോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു വീഡിയോ. ഇതുപോലുള്ള വീഡിയോ എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമുക്കറിയാം, വാട്സാപ്പിലെല്ലാം എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്ന ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഈ വീഡിയോ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതലും ടെക്നോളജിപരമായ വാർത്തകളാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം, ഇനി എങ്ങനെ നമുക്ക് ഇതുപോലുള്ള ലൈവ് മോഷൻ ഇമേജസ്, അതായത് ലൈവ് മോഷൻ വീഡിയോസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വെറും 3 MB മാത്രം സൈസ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഈസി ആയി തന്നെ, സിമ്പിളായി തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് മോഷൻ ഫോട്ടോസ്, അതുപോലെ തന്നെ മോഷൻ ലൈവ് ഫോട്ടോസ്, മോഷൻ പിക്ചർ ആൻഡ് ലൈവ് ഫോട്ടോസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ പിക്ചർ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം മുകളിലായി നിങ്ങൾക്കൊരു ക്യാമറയുടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും, പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ, അതായത് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനായി താഴെ നിങ്ങൾക്കൊരു ബ്രഷ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് സെലക്ട് ചെയ്യാത്ത ഭാഗം, അതായത് നമ്മൾ ചലിക്കാത്ത ഭാഗം നമുക്കിത് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റായി ബ്രഷിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും ആ ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ, അതായത് ചലിക്കാത്ത ഭാഗം സെലക്ട് ചെയ്യാവുന്നത്. ഉദാഹരണമായി ഞാനിപ്പോൾ സെലക്ട് ചെയ്യാത്ത ഭാഗം, അതായത് ആ കളറാണ് ഇപ്പോൾ ഞാൻ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ സെലക്ട് ചെയ്യണം. ഇത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാനൊരു ക്വിക്ക് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താഴെയായി നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അതായത് വലതുവശത്തായി നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ മോഷൻ എന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. മോഷൻ എന്ന് സെലക്ട് ചെയ്ത ശേഷം, അതായത് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് അത് ചലിപ്പിക്കേണ്ടത്, വസ്തു ചലിപ്പിക്കേണ്ടത്, അത് നിങ്ങൾക്ക് ആരോസ്, ചെറിയ ചെറിയ ആരോസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് വലിയ ആരോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ആരോസ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് ചലിപ്പിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചലിപ്പിക്കേണ്ട ഭാഗത്തേക്ക് മൂവ് ചെയ്താൽ മതി. ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്ത, അതായത് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലൈവായി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഒരു വീഡിയോയുടെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ വർക്കാവുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇനി ഇത് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി മുകളിലായി നിങ്ങൾക്ക് മൂന്നാമത് ഒരു ബട്ടൺ കാണാൻ സാധിക്കും, സേവ് എന്ന് പറയുന്ന ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വാട്സപ്പിലെല്ലാം ഇത് സ്റ്റാറ്റസ് ആകുന്നത് ഒരു സോങ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് സോങ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായി ചെയ്യാവുന്നത്. അതുപോലെ തന്നെ മുകളിലായി നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, സ്ലോ അതുപോലെ തന്നെ ഫാസ്റ്റ് എന്നെല്ലാം നിങ്ങൾക്ക് കാണാം. ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതായത് വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ ജിഫ് ഫയലും അതുപോലെ തന്നെ വീഡിയോ ഫയലുമായി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വാട്ടർമാർക്ക് അവൈലബിൾ ആണ്, അതായത് വാട്ടർമാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ വാട്ടർമാർക്ക് ചോദിക്കും. അപ്പോൾ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതായത് മേഡ് വിത്ത് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് താഴെ കാണിക്കുന്നതാണ്, അതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ ആളുകളും ഞാൻ സ്റ്റാറ്റസ് വെക്കുന്നതായി കണ്ടിട്ടുണ്ട്. കൂടുതൽ ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സൈനിങ് ഔട്ട്, മർസൂഖ് അജ്സ.